ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന അസുഖം റിവേഴ്സിബിൾ ആണോ അല്ലയോ? ഇത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്റെ അസുഖം മാറുമോ? എനിക്ക് മരുന്നില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതിനുള്ള ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ റിവേഴ്സിബിൾ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. റിവേഴ്സിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർമനന്റ് ആയിട്ട് ഒരു അസുഖത്തെ നമ്മൾ മാറ്റിയെടുക്കുകയും അതിനുശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ മാറുകയുമാണ് എങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്തു എന്ന് പറയാം. ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന ഈ അസുഖത്തിന്റെ കാര്യത്തിൽ അത് എങ്ങനെയാണ്? ഇതൊരു ജീവിതശൈലി രോഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നമ്മൾ ചെയ്യുന്ന ദൈനംദിന പ്രവൃത്തികൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ഈ അസുഖത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നവരാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പല്ല് തേക്കാതിരിക്കാം എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ മാറ്റങ്ങളും അതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ലൈഫ് ലോങ് തുടരുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖം റിവേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ റിവേഴ്സ് സ്റ്റേറ്റിൽ തന്നെയാണ് തുടരുന്നത് എന്ന് നമുക്ക് പറയാം. അതല്ല, നമ്മൾ അസുഖം പൂർണ്ണമായി മാറി, നമ്മുടെ മെന്റാലിറ്റി മാറി, വീണ്ടും നമ്മൾ പഴയ ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഈ അസുഖം വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് വരാനും അതുപോലെ വീണ്ടും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഈ ഒരു അസുഖം റിവേഴ്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ എന്ന് പറയാൻ സാധിക്കും. കാരണം അതിന് വേണ്ടത് മനഃശക്തിയും ആത്മവിശ്വാസവും അതേ പാതയിൽ തന്നെ തുടരാനുള്ള ആ ധൈര്യവുമാണ്. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ അസുഖം റിവേഴ്സിബിൾ ആണ്.